അഡ്വക്കേറ്റ് ടി കെ അശോകുമാർ, ഈ പലപ്പോഴും മുസ്ലിം ലീഗ് മതേതര പാർട്ടിയാണ് എന്നുള്ള വിശേഷണമാണ് നൽകുന്നത്. അത് ഇപ്പോൾ ഇടതുപക്ഷത്തിനും മുസ്ലിം ലീഗ് മതേതര പാർട്ടിയായി ഒക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി, രാഷ്ട്രീയ പാർട്ടി, അവർ ഇടതിലും വലതിലും മുന്നണി മാറി ഒക്കെ നിന്ന ചരിത്രം കേരളത്തിനുണ്ട്. അപ്പോൾ ഈ മുസ്ലിം ലീഗിന് ഇത്തരത്തിലുള്ള അവരുടെ നിലപാടുകൾ, ചില നേതാക്കളുടെ ഇത്തരത്തിലുള്ള മതവിരുദ്ധമായ അല്ലെങ്കിൽ പൊതുസമൂഹം അംഗീകരിക്കാത്ത തികച്ചും വർഗീയമായ നിലപാടുകളെ എന്തുകൊണ്ടാണ് പ്രധാനപ്പെട്ട ഇടതിലെയും വലതിലെയും രാഷ്ട്രീയ നേതാക്കൾ പരസ്യമായി എതിർക്കാത്തത്? എന്തുകൊണ്ടാണ്? ആ വേദിയിൽ പങ്കെടുക്കുന്നവർ പോലും, അത് വലതുപക്ഷത്തെ പ്രധാനപ്പെട്ട ആളാവട്ടെ ഇടതുപക്ഷത്തെ ആളാവട്ടെ, അവർ പൊതുവായി ഇതിനെ പരസ്യമായി എതിർത്ത് പറയുന്നില്ല. മുസ്ലിം ലീഗിൻ്റെ ഇത്തരത്തിലുള്ള മതപരമായ സമീപനത്തെ അവർ, മുസ്ലിം ലീഗ് മതേതരമെന്ന് പറയുമ്പോഴും അവരുടെ ഏറ്റവും തീവ്രമായ ഇത്തരം പൊതുസമൂഹം അംഗീകരിക്കാത്ത നിലപാടുകളല്ലേ അവർ കൈക്കൊള്ളുന്നത്? അഡ്വക്കേറ്റ് അശോക് കുമാർ. അതിൽ ആദ്യമായിട്ട് പറയാനുള്ളത്, ഞാൻ മലപ്പുറം ജില്ലയിൽ നിന്നാണ് ഈ ഡിബേറ്റിൽ പങ്കെടുക്കുന്നത്. കഴിഞ്ഞ ദിവസം രാജ്യത്തെ വിവിധ അമൃത് ഭാരത് സ്റ്റേഷനുകളുടെ ഉദ്ഘാടനം നടത്തിയത് രാജ്യത്തിന്റെ ബഹുമാന്യനായിട്ടുള്ള പ്രധാനമന്ത്രിയാണ്. ഞാൻ അതിൽ ഒരു ചടങ്ങിൽ പങ്കെടുത്ത ആളാണ്. ഞാൻ പങ്കെടുത്തത് മലപ്പുറം ജില്ലയിലെ 3 സ്റ്റേഷനുകൾ, ഒന്ന് പരപ്പനങ്ങാടി, തിരൂര്, നിലമ്പൂർ. നിലമ്പൂർ സ്റ്റേഷന്റെ അമൃത് ഭാരത് സ്റ്റേഷന്റെ ഉദ്ഘാടനത്തിൽ ഞാൻ പങ്കെടുത്തതാണ്. അവിടെ മുഖ്യ അതിഥിയായിട്ട് വന്നിട്ടുള്ളത് നമ്മുടെ രാജ്യസഭ MP അബ്ദുൾ വഹാബാണ്. റെയിൽവേയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ആളുകളെ, ജനപ്രതിനിധികളെ മാത്രമാണ് വേദിയിലേക്ക് വിളിച്ചിട്ടുള്ളത്. രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളും മറ്റുള്ള സാമൂഹ്യ രംഗത്തെ ആളുകളും എല്ലാവരും തന്നെ സദസ്സിലാണുള്ളത്. അപ്പൊ തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളായിട്ട് വിളിച്ചിട്ട് റെയിൽവേ സംഘടിപ്പിച്ച പരിപാടിയിൽ നിലവിളക്ക് എടുത്ത്, കൊടിവിളക്ക് എടുത്ത് കത്തിക്കുവാൻ വേണ്ടി അബ്ദുൾ വഹാബിന്റെ കയ്യിലേക്ക് കൊടുത്തു. അദ്ദേഹം അത് നിരസിച്ചു. എന്നിട്ട് അവിടുത്തെ മുനിസിപ്പൽ ചെയർപേഴ്സൺ ആയിട്ടുള്ള വനിതയുടെ കയ്യിലേക്ക് കൊടുത്തു. അവരാണ് കത്തിച്ചത്. അപ്പൊ ഈ 3 കേന്ദ്രങ്ങളിലും, മലപ്പുറം ജില്ലയിലെ 3 കേന്ദ്രങ്ങളിലും, നിലമ്പൂരിലും പരപ്പനങ്ങാടിയിലും തിരൂരിലും ഒരേപോലെ ഇത് സംഭവിച്ചിരിക്കുന്നു. റെയിൽവേ മുൻകൂട്ടി തന്നെ നിലവിളക്ക് കത്തിച്ചുകൊണ്ടാണ് റെയിൽവേയുടെ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നത് എന്ന് നേരത്തെ തന്നെ ഇവരെ അറിയിച്ചിട്ടുള്ളതാണ്, ലീഗിനെ അറിയിച്ചിട്ടുള്ളത്. അപ്പൊ ലീഗ് ഈ കാര്യത്തിൽ എടുക്കുന്ന നിലപാടുകൾ, ലീഗിന്റെ ഈ നിലപാടുകളെ എതിർക്കാത്ത കേരളത്തിലെ ഇടതു വലത് മുന്നണികളുടെ നിലപാടുകൾ, ഇതെല്ലാം തന്നെ കേരളത്തിന്റെ പൊതുസമൂഹം ചർച്ച ചെയ്യേണ്ടതാണ്. ഇതൊക്കെ ചെയ്യുമ്പോഴും ലീഗിനെ മതേതര ലീഗ് എന്ന് UDF പറയുന്നു, അതുപോലെ തന്നെ LDF പറയുന്നു. LDFന് അതിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റാത്ത സാഹചര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. കേരളത്തിന്റെ ചരിത്രത്തിൽ കേരളത്തിൽ മാത്രം ഉണ്ടായിരുന്ന ലീഗ്, നെഹ്റു ചത്ത കുതിര എന്ന് വിശേഷിപ്പിച്ച ലീഗ്, അധികാരത്തിൽ നിന്ന് അകറ്റി നിർത്തിയ ലീഗ്, സ്പീക്കർ ആകണമെങ്കിൽ തൊപ്പി ഊരി വെക്കണം എന്ന് CH പറഞ്ഞിട്ടുള്ള അതേ ലീഗ്, അങ്ങനെയുള്ള ലീഗിന്റെ ആദ്യമായിട്ട് മതേതര സർട്ടിഫിക്കറ്റ് നൽകിക്കൊണ്ട് മുന്നണിയിലെടുത്തത് EMS ആണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും മുതിർന്ന നേതാവാണ്. 67-ൽ ആ തരത്തിലുള്ള ഐക്യമുന്നണിയിലൂടെ ആ തരത്തിലൊരു പ്രവൃത്തി ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ലീഗിന്റെ കാര്യത്തിൽ ശക്തമായിട്ടുള്ള ഒരു നിലപാടെടുക്കുവാൻ വേണ്ടി ഇടതുപക്ഷത്തിന് കഴിയുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. നിലവിളക്കുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഏതാണ് മുസ്ലിം സമൂഹത്തിന്റെ പേരാണ്, മുസ്ലിം വിശ്വാസത്തിന്റെ പേരാണ് ലീഗ് പറയുന്നത്. അത് പൊതുസമൂഹത്തിന് ഉൾക്കൊള്ളാൻ സാധിക്കാത്തതിന്റെ കാരണം, ഇവിടെ കേരളത്തിൽ പ്രചരിച്ചിട്ടുള്ള ഇസ്ലാം എന്നുള്ളത് മാലിക് ദീനാറിന്റെ ഇസ്ലാമാണ്. അത് സൂഫി വിശ്വാസധാരയുമായി ചേർന്ന് നിൽക്കുന്നതാണ്. അതിനകത്ത് ആരാധനാ രീതികൾ, സംഗീതം, ജപം, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പ്രാധാന്യം നൽകുന്ന ഹിന്ദു രാജ്യത്തെ, ഇന്ത്യയിലെ ഹിന്ദു മതവുമായൊക്കെ ചേർന്ന് പോരാൻ പറ്റുന്ന, അല്ലെങ്കിൽ കുറച്ചുകൂടി അടുത്ത് നിൽക്കുന്ന ഒരു സൂഫി പാരമ്പര്യമാണ് ഇന്ത്യയിൽ ആദ്യകാലത്ത് പ്രചരിപ്പിക്കപ്പെട്ടിട്ടുള്ള ഇസ്ലാമിനുള്ളത്. പിന്നീട് ഇസ്ലാമിന് വകഭേദങ്ങൾ ഉണ്ടായി എന്നുള്ളത് നമുക്ക് അംഗീകരിക്കുന്നു. ഇപ്പോ ഇസ്ലാം എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ സൂഫി, സുന്നി മുതൽ വഹാബികൾ, അങ്ങനെ അറ്റം പോയാൽ താലിബാനിൽ നിന്നുള്ള അവർ വരെ, താലിബാനികൾ വരെ ഇസ്ലാമാണ്. ഇതിലെ ഏത് ഇസ്ലാമിനെയാണ് സ്വീകരിക്കേണ്ടത്? ഒരു ബഹുസ്വര സമൂഹത്തിൽ നാളെ താലിബാനിലെ ഇസ്ലാമിനെയാണ് ഞങ്ങൾ ഉൾക്കൊള്ളുന്നത്, ഞങ്ങൾ പിന്തുടരുന്നത്, അതുകൊണ്ട് ഞങ്ങൾ താലിബാനെ പോലെ പൊതുസമൂഹത്തിൽ പ്രവർത്തിക്കും എന്ന് പറഞ്ഞാൽ അത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്ന കാര്യമല്ല. അതിനെ തടയിടേണ്ടതില്ല. ഇന്നത്തെ ഒരു സാഹചര്യം പഴയ ലീഗല്ല. പഴയ ലീഗിൽ നിന്ന് ഒരുപാട് വ്യത്യാസം പെട്ടിട്ടുണ്ട്. കാരണം മുൻപ് ലീഗ് തീവ്രവാദത്തിനെതിരെ നിലപാടെടുത്തു എന്നാണ് ലീഗിനെ കുറിച്ചുള്ള മേനി പറയുന്നത്. VD സതീശൻ കഴിഞ്ഞ ദിവസം പറയുന്നത് കേട്ടു, ലീഗ് ഇല്ലായിരുന്നെങ്കിൽ രാജ്യത്ത്, കേരളത്തിൽ തീവ്രവാദം വളരും, അല്ലെങ്കിൽ ലീഗിന് പകരം ആരാണ് വരിക? അതിലൂടെ പറയാതെ പറയുന്ന എന്താണ്? VD സതീശൻ പറയുന്നത്, മുസ്ലിം ലീഗ് ഇല്ലെങ്കിൽ ഈ കേരളത്തിലെ മുസ്ലിങ്ങൾ എല്ലാം തന്നെ, ഇസ്ലാമിക വിശ്വാസികൾ എല്ലാവരും തന്നെ താലിബാൻ ആകുമെന്നാണ്, അത് തീവ്രവാദത്തിലേക്ക് പോകുന്നത്. അത്രമാത്രം വിശ്വാസമേ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് കേരളത്തിലെ ഇസ്ലാമിക സമൂഹത്തോടുള്ളൂ. ഈ ലീഗ് ഉണ്ടായിട്ടാണോ രാജ്യത്തെ
ഈ 18 കോടി വരുന്ന മുസ്ലിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ലീഗ് അല്ലല്ലോ. ഇവിടെ കേരളത്തിൽ മാത്രമാണ് നോക്കുന്നത്. യു പിയിലും ബീഹാറിലും അതുപോലെ തന്നെ ബംഗാളിലും ഈ രാജ്യത്തിന്റെ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ മുസ്ലിം സമുദായത്തിന്റെ കാര്യങ്ങൾ നോക്കി നടത്തുന്നതും അവരുടെ ദൈനംദിന ജീവിത പ്രശ്നങ്ങളിൽ ഇടപെടുന്നതും അവരുടെ ഭരണപരമായ നേതൃത്വം നൽകുന്നത് ഭാരതീയ ജനതാ പാർട്ടിയാണ്. രാജ്യത്തെ പ്രധാന രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ, ബഹുഭൂരിപക്ഷ സംസ്ഥാനങ്ങളിൽ അധികാരത്തിലിരിക്കുന്ന പാർട്ടി എന്ന നിലയിൽ, രാജ്യം കഴിഞ്ഞ 10-12 വർഷമായി തുടർച്ചയായി ഭരിക്കുന്ന പാർട്ടി എന്ന നിലയിൽ ഭാരതീയ ജനതാ പാർട്ടിയാണ് ഇത് നോക്കി നടത്തുന്നത്. അതുകൊണ്ട് ലീഗിന് അനാവശ്യമായിട്ടുള്ള പ്രാധാന്യം കോൺഗ്രസ് നൽകുന്നു. ഈ കോൺഗ്രസ് ലീഗിന് പ്രാധാന്യം നൽകുമ്പോൾ അത് ലീഗിന്റെ പ്രാധാന്യം മാത്രമല്ല, നമ്മൾ പ്രത്യക്ഷത്തിൽ നമുക്ക് ലീഗ് എന്നും തോന്നുമെങ്കിലും ഞങ്ങളെ പോലെയുള്ള മലബാറിലുള്ള മലപ്പുറത്തുള്ള ആളുകൾക്കൊക്കെ കൃത്യമായിട്ട് അറിയാം ഇപ്പോൾ ലീഗ് നിൽക്കുന്നത് ജമാഅത്ത് ഇസ്ലാമിയുടെ ആശയ പരിസരത്താണ്. അവരുടെ ഐഡിയോളജിയിൽ നിന്നുകൊണ്ടാണ് ലീഗ് പ്രവർത്തിക്കുന്നത്. സംഘടനാപരമായിട്ട് ലീഗിന്റെ ജമാഅത്ത് ഇസ്ലാമിയുടെ ഒരു പൊയ്മുഖമായിട്ടാണ് ലീഗിന്റെ പ്രവർത്തനം. ജമാഅത്ത് ഇസ്ലാമി മാത്രമല്ല, വളരെ തീവ്രമായ നിലപാട് സ്വീകരിക്കുന്ന ഇസ്ലാമിക സംഘടനകൾ കൂടിയുണ്ട്. സംഗീതം പാടില്ല, പാട്ട് പാടാൻ പാടില്ല എന്ന് പറയുന്ന ഗ്രൂപ്പുകൾ മലപ്പുറത്തുണ്ട്. സംഗീതത്തെ എതിർക്കണമെന്ന്, സംഗീതം കൊണ്ട് ഒരു ഉപകാരവുമില്ല എന്ന് പറയുന്ന തീവ്രമായിട്ടുള്ള സലഫി പ്രസ്ഥാനത്തിന്റെ ആളുകളുണ്ട്. ഇവരെ എല്ലാവരെയും കൂടെ ഒറ്റ ചരടിൽ കോർത്തുകൊണ്ടുള്ള